റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ പൂരി കഴിക്കുമ്പോൾ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു 4 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. ചെറിയ ചെറിയ കട്ടകൾ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 നുള്ളു കായം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണിത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. കുറുകി വരുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഉപ്പും കൂടി നോക്കുക. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.